ഇന്ന് നമ്മളൊരു അടിപൊളി ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിസൺ കെയർഫുള്ളി. ഇന്നൊരു അടിപൊളി ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിസൺ കെയർഫുള്ളി. ഒരു പൊളി ടോപ്പിക്. ഓക്കെ, ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ ടോപ്പിക്, ബിഫോർ മൂവിംഗ് ഇൻ ടു ദ ടോപ്പിക്, ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലാറ്റിസ് എൻതാൽപ്പി? കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞതാണ് എന്താണ് ലാറ്റിസ് എൻതാൽപ്പി. Can anyone say? Can anyone say what is lattice enthalpy? What is lattice enthalpy? Can anyone say? Sir, പറയാം. NaCl. What is this? Sodium chloride. Sodium chloride എന്താ അവസ്ഥയിലാണ്? Sodium chloride solid ആയിരിക്കും. How many of you agree with me? How many of you agree with me? My dear students, again and again I am telling you should put on your videos. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാവൂ. ഓക്കെ, ലിസൺ. സോ NaCl സോഡിയം സ്റ്റേറ്റിലായിരിക്കും. ഇത് ഒരു മോൾ ആണെന്ന് വിചാരിക്കുക. ഒരു മോൾ, 1 മോൾ. ഒരു മോൾ സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് Na പ്ലസും Cl മൈനസും ബോത്ത് ആർ gaseous. Both are gaseous. So my dear students, the energy required, the definition for lattice enthalpy, and lattice enthalpy is denoted by this one, standard lattice enthalpy. Lattice enthalpy. ഇങ്ങനെയാണ്. H4 enthalpy is -0 to the standard state lattice enthalpy. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു മോൾ, ഒരു കിലോ എന്നൊക്കെ പറയുന്ന പോലെ കെമിസ്ട്രിക്കാർക്ക് ഒരു മോളാണല്ലോ. ഒരു മോൾ സോളിഡ് അയോണിക് കോമ്പൗണ്ട്. അയോണിക് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? NaCl. ഒരു മോൾ NaCl-നെ പൊട്ടിച്ച് Na പ്ലസ് ആൻഡ് Cl മൈനസ് ഗാഷ്യസ് അയോൺസ് ആക്കാൻ എത്ര എനർജി വേണമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാറ്റിസ് എൻതാൽപ്പി. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ്? പ്ലീസ് ടെൽ മീ. How many of you understood this concept? Please tell me. Understood. Good. Very good. How many of you understood? ഒരു മോൾ സോളിഡ്, S for solid. ഒരു മോൾ സോളിഡ് NaCl-നെ പൊട്ടിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na പ്ലസ് ആൻഡ് Cl മൈനസ് അയോൺസ്. ഇത് അയോണിക് കോമ്പൗണ്ട് ആണ്. അയോണിക് കോമ്പൗണ്ട് പൊട്ടുമ്പോൾ അയോൺസ് ആവും. അപ്പൊ ഒരു മോൾ NaCl-നെ പൊട്ടിച്ചിട്ട് ഒരു മോൾ NaCl-നെ പൊട്ടിച്ചിട്ട് Na പ്ലസ് ആൻഡ് Cl മൈനസ് അയോൺ, വെറും അയോൺ അല്ല, ഗാഷ്യസ് അയോൺസ്. The energy required for splitting up of or dissociation of 1 mole solid NaCl to Na plus and Cl minus gaseous ions. You got it? ഇനി Na plus അല്ലാതെ പറയുകയാണെങ്കിൽ the energy required for the dissociation of 1 mole ionic compound എന്ന് വെച്ചാൽ just like NaCl, പൊട്ടാൻ കഴിവുള്ള, അയോണുകളായി മാറാൻ കഴിവുള്ള കോമ്പൗണ്ട്സിനെ we will call as ionic compounds. ഇപ്പോഴും കുറച്ച് പേര് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ട എല്ലാ ദിവസവും ഇങ്ങനെ പറയിപ്പിക്കരുത്, പ്രത്യേകിച്ച് 1-ാം തീയതി ആയിട്ട്. ഓക്കെ, യെസ്. കേരളപ്പിറവി ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. പ്ലീസ് കോഓപ്പറേറ്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാറും കൂടി 4 മണിക്ക് എണീറ്റ് നിൽക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. പ്ലീസ് സപ്പോർട്ട്. നിങ്ങൾ എന്റെ എനർജി കളയരുത്. പ്ലീസ്. So my dear students, let me tell you what is lattice enthalpy. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? സാറേ, എൻതാൽപ്പി എന്ന് വെച്ചാൽ H ആണ്. എൻതാൽപ്പി ചേഞ്ചിനാണ് ഡെൽറ്റ. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിന് 0. ലാറ്റിസ് എൻതാൽപ്പി എന്ന് കാണിക്കാൻ ലാറ്റിസ്. What is lattice enthalpy? 1 mole
ionic compound, the energy required, the energy required, the energy required. മക്കളെ മനസ്സിലാവുണ്ടോ? The energy required, the energy required to convert, to dissociate ഒരു മോൾ solid ionic compound, 1 mole solid ionic compound to its ions. Which ions? Gaseous ions. ഒരു മോള് സോളിഡ് അവസ്ഥയിലുള്ള NaCl, ഒരു മോള് സോളിഡ് അവസ്ഥയിലുള്ള ഒരു മോള് സോളിഡ് അവസ്ഥയിലുള്ള NaCl-നെ ഡിസോസിയേറ്റ് ചെയ്ത് പൊട്ടിച്ച് Na+ and Cl- ions, വെറും അയോൺസ് അല്ല, gaseous ions ആക്കാൻ വേണ്ട എനർജിയെ നമ്മൾ വിളിക്കും അത്രേ ലാറ്റിസ് എൻതാൽപ്പി. How many of you understood this concept very well? Please tell me. ആർക്കും മനസ്സിലായില്ലേ? സൈലന്റ്? ക്ലിയർ സാർ? ഓക്കെ, ഗുഡ്. ഇതെന്തിനാ സാർ എന്ന് പറഞ്ഞെന്ന് മനസ്സിലായോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ ചങ്ക് ടോപ്പിക്കാണ് ബോൺ ഹേബർ സൈക്കിൾ. How many of you need this great topic today, my dear students? എത്ര പേർക്ക് സാറേ ഇന്ന് ഈ ടോപ്പിക് കിട്ടിയാൽ നമ്മൾ പൊളിക്കും? സാറേ ഇന്ന് ഈ ടോപ്പിക് കിട്ടിയാൽ പൊളിക്കും നമ്മൾ. How many of you need this topic? This is a very, very important topic. The only problem is once you went through your textbook, you will feel it very difficult to understand this concept. Am I right? Yes. ഇതൊരു പൊളി ടോപ്പിക്കാണ്. ഇന്ന് 1-ാം തീയതി നമ്മൾ അടിപൊളി ഒരു മിറാക്കുലസ് ലോഞ്ചിങ് ഓഫ് ബോൺ ഹേബർ സൈക്കിൾ, മൈ ഡിയർ സ്റ്റുഡൻസ്. മിറാക്കുലസ് ലോഞ്ചിങ് ഓഫ് ബോൺ ഹേബർ സൈക്കിൾ ഫോർ മൈ ഡിയർ സ്റ്റുഡൻസ്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു മക്കൾക്ക് വേണ്ടി സാറിത ബോൺ ഹേബർ സൈക്കിൾ പറയാൻ പോകും. ഓക്കെ, ബോൺ ഹേബർ സൈക്കിൾ നമ്മൾ പറയാൻ പോകും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ബോൺ ഹേബർ സൈക്കിൾ? എന്താണ് ബോൺ ഹേബർ സൈക്കിളിന്റെ പർപ്പസ്? ഇത്രയേ ഉള്ളൂ. ദിസ് സൈക്കിൾ എന്തിനാ യൂസ് ചെയ്യുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി, that means enthalpy means H, change standard lattice enthalpy of ionic compounds cannot be determined experimentally, but from some thermochemical data. നമ്മൾ പോകുന്ന പാത വളരെ കറക്റ്റ് ആണ്. തൊട്ട് മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്താണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന്. അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് സാറ് മുന്നോട്ട് നീങ്ങുന്നത്. സോഡിയം ക്ലോറൈഡ് പോലുള്ള അയോണിക് കോമ്പൗണ്ടിന്റെ സോഡിയം ക്ലോറൈഡ് പോലുള്ള അയോണിക് കോമ്പൗണ്ടിന്റെ ലാറ്റിസ് എൻതാൽപ്പി സാധാരണ പരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോഡിയം ക്ലോറൈഡ് പോലുള്ള അയോണിക് കോമ്പൗണ്ടിന്റെ ലാറ്റിസ് എൻതാൽപ്പി ചേഞ്ച് cannot be determined experimentally. So experimentally കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഏത് മാർഗം എന്നാണ് ചോദ്യം. ചില തെർമോകെമിക്കൽ ഡാറ്റാസിലൂടെ അത് കണ്ടുപിടിക്കാം. ചില തെർമോകെമിക്കൽ ഡാറ്റാസിലൂടെ അത് കണ്ടുപിടിക്കാം. ചില തെർമോകെമിക്കൽ ഡാറ്റാസിലൂടെ അത് കണ്ടുപിടിക്കാം. അപ്പൊ അത്
കണ്ടുപിടിക്കാൻ പോകുന്ന തെർമോ കെമിക്കൽ ഡാറ്റാസ് വെച്ച് കണ്ടുപിടിക്കാൻ പോകുന്ന ആ മെത്തേഡിനെയാണ് വാട്ട് വി കോൾ ആസ് ബോൺ ഹേബർ സൈക്കിൾ. അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? Please put a thumbs up. Understood or not? Understood or not? Please tell me. Understood or not? Come. Understood or not? Please tell me. പക്ക ക്ലാരിറ്റിയോടുകൂടി നമ്മൾ പഠിച്ചിട്ട് പോകണം. പെടയായിട്ട് പഠിച്ചിട്ട് പോകണം. നമ്മൾ പെടയായിട്ട് പഠിച്ചിട്ട് പോകണം. സോഡിയം ക്ലോറൈഡ് പോലുള്ള അയോണിക് കോമ്പൗണ്ടിന്റെ ഫോർ അയോണിക് കോമ്പൗണ്ട്സ് ലൈക്ക് NaCl whose lattice enthalpy cannot be determined experimentally. നമുക്ക് എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താണ് മാർഗം? they can be find out from thermochemical ഡാറ്റാസിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡാണ് അത്രേ ബോൺ ഹേബർ സൈക്കിൾ. Some thermochemical datas and through ബോൺ ഹേബർ സൈക്കിൾ. അപ്പൊ ഈ ബോൺ ഹേബർ സൈക്കിൾ എവിടെ നിന്ന് വന്നാണ്? ആകാശത്ത് നിന്ന് വന്നാണോ? ഈ ബോൺ ഹേബർ സൈക്കിളിലൂടെ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ബോൺ ഹേബർ സൈക്കിൾ എവിടെ നിന്ന് വന്നാണ്? ആകാശത്ത് നിന്നല്ല. നിങ്ങളുടെ അറിവിലേക്ക് ബോൺ ഹേബർ സൈക്കിൾ, രണ്ട് സയന്റിസ്റ്റുമാര് അല്ലെ, ബോൺ ഹേബർ സൈക്കിൾ is an application of Hess's law. അടിപൊളി, സൂപ്പർ സാർ. is an application of Hess's law. സാറേ കഴിഞ്ഞ 5 AM ക്ലാസ്സിൽ സാർ എടുത്ത Hess's law, സാറേ കഴിഞ്ഞ 5 AM ക്ലബിൽ സാർ എടുത്ത Hess's law, സാറേ കഴിഞ്ഞ 5 AM ക്ലബിൽ സാർ പഠിപ്പിച്ചു തന്ന ന്യൂമറിക്കല്, അതിന്റെ ഭാഗമായിട്ട് എടുത്ത Hess's law, ആ Hess's lawന്റെ ആപ്ലിക്കേഷൻ ആണത്രേ ബോൺ ഹേബർ സൈക്കിൾ. How many of you understood this? Please respond. I need to go ahead. സാധാ മെത്തേഡ് വെച്ചിട്ട്, എക്സ്പെരിമെന്റൽ മെത്തേഡ് വെച്ചിട്ട് NaCl പോലുള്ള അയോണിക് കോമ്പൗണ്ടിന്റെ ലാറ്റിസ് എൻതാൽപ്പി കാണാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം, പിന്നെ എങ്ങനെ കാണും? കാണാൻ മാർഗമുണ്ട്. എന്താണ് മാർഗം? ബോൺ ഹേബർ സൈക്കിൾ. ജിഷോ മുഖം കാണണം, ഫാൻ കണ്ടിട്ട് കാര്യമില്ല. അൽതാഫ് ആൻഡ് മുഹമ്മദ് ഫർഹാൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോ ഓഫാണ്. ശൈലേഷ് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് മോനെ. ശൈലേഷ്, is today your first class? Mohammad Farhan, okay. Welcome to 5 AM club, dear Sailesh. ഞങ്ങളൊക്കെ 5 AM ഗ്രൂപ്പാണ്. നിങ്ങളെ ഉറക്കാതിരിക്കാനുള്ള സാറുടെ ഇന്ന് സൂര്യ ഉണ്ടല്ലോ 5 AM ക്ലാസ്സിൽ. ഗുഡ്. ലക്ഷ്മി അങ്ങനെ ഇരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോവും. സ്ട്രോങ് ആയിട്ടിരിക്കും. കണ്ട മിസ്സിനെയൊക്കെ ഇരിക്കണ സാറ് സംസാരിച്ചു തുടങ്ങിയ മിസ്സിനെ അങ്ങനെ അലേർട്ട് ആവും. Okay, here we go. Okay, clear students? Hess's law. Clear? അപ്പൊ Hess's lawന്റെ ആപ്ലിക്കേഷൻ ആണ് ബോൺ ഹേബർ സൈക്കിൾ. ഞാൻ ഒറ്റ സൈക്കിൾ ആയിട്ട് വരച്ച് സാറ് പറഞ്ഞുതരാൻ പോവാണ്. പ്ലീസ് കീപ് ഇൻ മൈൻഡ്. സോഡിയം മെറ്റൽ പ്ലസ് chlorine atom gives NaCl solid. Sodium metal plus chlorine applying gas ആയിരിക്കും. Sodium metal plus chlorine gas. Cl2 എന്ന് വെച്ചാൽ 2 chlorine atom. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1 chlorine. So 1 sodium plus 1 chlorine, we will get NaCl. Is anyone having doubt regarding the reaction that I have
written on our board? Please tell me, my dear students. Sodium metal, chlorine gas, Cl2 എന്ന് വെച്ചാൽ 2 ക്ലോറിൻ, അതിന്റെ 15 ഒരു ക്ലോറിൻ. sodium metal plus chlorine gas gives NaCl. sodium metal plus chlorine gas gives NaCl. sodium metal plus chlorine gas gives NaCl. ഇത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഗുഡ്. ഈ റിയാക്ഷനെ നമ്മൾ ഫോർമേഷൻ എഴുതിയ തെറ്റുണ്ടോ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ NaCl H4 എൻതാൽപ്പി. ഈ പൂച്ചൂട്ട സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ NaCl ഉണ്ടാവുന്ന സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിയ. Is there any wrong? Is there any wrong? No. Formation of NaCl, sodium metal, solid എന്ന് പറഞ്ഞാൽ sodium metal, chlorine gas combined to form NaCl, and this is formation, enthalpy of formation. ഇന്ന് രാവിലെ എനിക്ക് ക്ലാസ് ഉണ്ട്, പേടിക്കേണ്ടത്. ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ പ്ലീസ്. യെസ്, നോക്കുക സാറ് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ്, സോഡിയം ആറ്റം, sodium solid will be converted to sodium gas. അടിപൊളി സാറേ. സോഡിയം സോളിഡ് സോഡിയം ഗ്യാസ് ആകുമത്രേ സാറേ. സോഡിയം സോളിഡ്, ഇതാണ് ഡയറക്റ്റ് സ്റ്റെപ്പ്. ഇത് എങ്ങനെയൊക്കെ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് പോകുന്നതാണ് സാറ് വിവരിക്കാൻ പോകുന്നത്. സാറേ സോളിഡ് അവസ്ഥയിലുള്ള സോഡിയം സോളിഡ് ആയിട്ടുള്ള സോഡിയം ഗ്യാസ് ആകുമത്രേ. ഈ 2 എന്ന് പറയുമ്പോൾ ക്ലോറിൻ മോളിക്യൂൾ ആണ്. ക്ലോറിൻ മോളിക്യൂൾ എന്താവും അത്രേ? ക്ലോറിൻ ആറ്റം ആവും. Cl2 എന്ന് പറഞ്ഞാൽ ക്ലോറിൻ മോളിക്യൂൾ is getting converted to chlorine atom. ഈ രണ്ട് സ്റ്റെപ്പും പിടികിട്ടി സാർ? How many of you think like that? Please post yes. സാറേ ആദ്യത്തെ സ്റ്റെപ്പില് സോളിഡ് അവസ്ഥയിലുള്ള സോഡിയം ഗ്യാസ് ആവുന്നുണ്ട് സാറേ. രണ്ടാമത്തെ സ്റ്റേജില് Cl2 ആയിട്ടുള്ള ക്ലോറിൻ മോളിക്യൂൾ ആയിട്ടുള്ള ക്ലോറിൻ ആറ്റമായി. Cl2 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മോളിക്യൂൾ. This molecule is getting converted to gas. This molecule is getting converted to atom, gaseous atom. Very good. ഇത് മോളിക്യൂൾ ആണ്, രണ്ടാക്കിയിട്ട മോളിക്യൂൾ ആറ്റമായി ഗ്യാസ്. ഇവിടെ സോളിഡ് ഗ്യാസ് ആയി. ഇനിയാണ് അടുത്ത കളി. ഈ സോഡിയം ഗ്യാസ് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യും. മൈനസ് വെച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്യും. ഒരു ഇലക്ട്രോൺ കൊടുത്തിട്ട് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു Na+ ഗ്യാസ്. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ്? സാറേ സോഡിയം ആറ്റം 10ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് സാർ. In our 10th standard we might have studied, or you might have studied, sodium atom will release one electron to get a positive ionic charge. Hello, did you get me? സോഡിയം മെറ്റൽ അല്ലെങ്കിൽ സോഡിയം ആറ്റം, ആദ്യം സോഡിയം മെറ്റൽ ആയിരുന്നു, അത് ഗ്യാസ് ആയി. ആ ഗ്യാസ് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ട് Na+ കിട്ടി. ഒരു ഇലക്ട്രോൺ ഈ കൊടുക്കുന്ന ഇലക്ട്രോൺ ഈ നമ്മുടെ ക്ലോറിൻ വാങ്ങിയിട്ട്, ഇയാൾ കൊടുത്ത ഇലക്ട്രോൺ ആ ക്ലോറിൻ വാങ്ങിയിട്ട് ക്ലോറിൻ will get converted to Cl-. How many of you agree with me? സോഡിയം സോളിഡ് മെറ്റൽ ആയിരുന്നു, ഗ്യാസ് ആയി. പിന്നെ അതൊരു ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട് Na+ ആയി. സോഡിയം ഗ്യാഷ്യസ് അവസ്ഥയുള്ള സോഡിയം ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട് ആഫ്റ്റർ റിലീസിങ് വൺ ഇലക്ട്രോൺ ഇറ്റ് ബിക്കേം Na+. ഇവിടെ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ വാങ്ങിയിട്ട് it become Cl-. Am I right or not? Yes. So ഇത് രണ്ടും കൂടിയിട്ടാണ്
ഈ സാധനം. റൈറ്റ് ഓർ നോട്ട്? വീണ്ടും Na+Cl- കൂടി ചേർന്ന് NaCl, ലാറ്റിസ് എൻതാൽപ്പി. NaCl പൊട്ടിച്ചിട്ട് ഇതിന് നേരെ റിവേഴ്സ് ആയിട്ടാ മതി. NaCl പൊട്ടിച്ചിട്ട് Na+Cl- ആക്കണ റിയാക്ഷനിൽ ലാറ്റിസ് എൻതാൽപ്പി ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണോ അല്ലയോ? NaCl പൊട്ടിച്ചിട്ട് Na+Cl- ഗ്യാസ് ആക്കണതല്ലേ ലാറ്റിസ് എൻതാൽപ്പി? സേ യെസ് ഓർ നോ? ആ റിയാക്ഷൻ കിട്ടി. NaCl എന്ന് പറയുന്ന സാധനം അവിടെ നമ്മൾ അതിൽ എഴുതിയെടുക്കാം. NaCl പൊട്ടിച്ചിട്ട് Na+Cl- ആക്കുന്ന ആ സമയത്ത് എത്രയാണോ എൻതാൽപ്പി, അതാണ് ലാറ്റിസ് എൻതാൽപ്പി. സേ യെസ് ഓർ നോ? സേ യെസ് ഓർ നോ? യെസ്, യെസ്. ഇനി സാർ എഴുതാൻ പോകുന്നത് വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക. പ്ലീസ് ലിസൺ കെയർഫുള്ളി മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, സോഡിയം ഗ്യാസ് ആയത്, സോഡിയം മെറ്റല് സോഡിയം ഗ്യാസ് ആയതിനെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല എനിക്ക്. ഒരു പേരുണ്ട്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് സബ്ലിമേഷൻ. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു സബ്ലിമേഷൻ. വാട്ട് ഈസ് സബ്ലിമേഷൻ? സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവണ സ്റ്റെപ്പിനെയാണ് വാട്ട് വി കോൾ ആസ് സബ്ലിമേഷൻ. സോളിഡ് ഗ്യാസ് ആവണ സ്റ്റെപ്പിനെ സബ്ലിമേഷൻ എന്നാ പറയുക. അപ്പൊ ഈ സബ്ലിമേഷൻ സ്റ്റെപ്പില് ഇൻക്ലൂഡഡ് ആയ എൻതാൽപ്പി ചേഞ്ച് ആണ് സാർ ഇവിടെ. സബ്ലിമേഷൻ സ്റ്റെപ്പില് ഇൻക്ലൂഡഡ് ആയ എൻതാൽപ്പി ചേഞ്ച് ആണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. Sublimation. How many of you understood that? Sublimation. SUBTRS. Change in enthalpy and standard change. Sublimation. Understood, sir. ഇവിടെ chlorine molecule, chlorine atomite. Chlorine molecule is getting converted to chlorine atom. That is called as standard enthalpy change of atomization. ATM again. Atomization. Standard enthalpy change of atomization. Molecule. Cl2 means molecule. Molecule is getting converted to atom. Molecule is getting converted to atom. Molecule is getting converted to atom, and that is called as standard enthalpy change of atomization. Molecule is getting converted to atom. Molecule is getting converted to atom, and it is called as standard enthalpy change of atomization. Standard enthalpy change of atomization. Standard enthalpy change of atomization. ഇത് രണ്ടും ക്ലിയർ ആയെങ്കിൽ സേ യെസ്. ഇത് രണ്ടും ക്ലിയർ ആയെങ്കിൽ സേ യെസ്. ഇത് രണ്ടും ക്ലിയർ ആയെങ്കിൽ സേ യെസ്. Good. Good. ഇനി sodium atom is getting converted to sodium ion. Sodium atom is getting converted to ion, and it is called as ionization. Standard enthalpy change of ionization. Say yes or no? Ionization. ഒരു ആറ്റം അയോൺ ആയി മാറുന്ന റിയാക്ഷൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് അയോണൈസേഷൻ. Say yes or no? Say yes or no? ഇവിടെ ഒരു ആറ്റം is getting converted to ion, and the enthalpy related to that step is standard enthalpy change of ionization. Say yes or no? Say yes or no? Say yes or no? Yes, yes, good. Atom അയോണായി മാറണം. ആറ്റം അയോണായി മാറണം. ആറ്റം അയോണായി മാറണം. ആറ്റം അയോണായി മാറുന്ന സ്റ്റെപ്പ് അയോണൈസേഷൻ. ഇവിടെ ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ വാങ്ങി, ഇലക്ട്രോൺ ഗെയിൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ നമുക്ക് വേണമെങ്കിൽ EG എന്ന് എഴുതാം. EG, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി.
ഇതിനെ ഞാൻ എഴുതും. നമ്മൾ ഫ്രണ്ടിൽ തന്നെ എഴുതിണ്ടായിരുന്നു NaCl Na+ഉം Cl- ആവണതിന് വേണമെങ്കിൽ ഞാൻ എഴുതും ലാറ്റിസ് എൻതാൽപ്പി. ഈ സാധനം പക്ഷെ ആരോ മാർക്ക് ഇങ്ങോട്ട് വരണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വരുമ്പോഴാണ് NaCl is getting converted to solid NaCl getting converted to Na+ and Cl- gas. അപ്പൊ ഈ ലാസ്റ്റ് റിയാക്ഷൻ ലാറ്റിസ് എൻതാൽപ്പി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മൊത്തം എത്ര എൻതാൽപ്പീസ് കാണുന്നുണ്ട്? എന്തുകൊണ്ട് സാർ ഇവിടെ ലാറ്റിസ് എൻതാൽപ്പി എഴുതിയത്? തുടക്കത്തിൽ സാറ് പറഞ്ഞിട്ടുണ്ട് NaCl സോളിഡ് Na+ ആൻഡ് Cl- ഗ്യാസ് ആവണതാണ് ലാറ്റിസ് എൻതാൽപ്പി. സോ ഇതിപ്പോ ഇങ്ങോട്ടുള്ള ആരോ നേരെ തിരിച്ചാവുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി. NaCl സോളിഡ് is getting converted to Na+ and Cl-. ഓക്കെ. ഇവിടെ പൊട്ടലല്ല, ഫോർമേഷൻ ഉണ്ട്. അത് നിങ്ങൾ മറന്നുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും 5 എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇതും കൂട്ടിയാൽ 6 എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ തുടക്കത്തിൽ ഒരു ഫോർമേഷന്റെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ട്. അത് നിങ്ങൾ വഴി വിട്ടു. Am I right or not? ഇനി ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് സോളിഡ് ഗ്യാസ് ആവണം. അവിടെ എനർജി ഈസ് അബ്സോർബ്ഡ് ആണ്. എനർജി അബ്സോർപ്ഷൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പില് എനർജി അബ്സോർപ്ഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പില് എനർജി അബ്സോർപ്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിനെടുക്കാം. ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്തത്. ഇതും അബ്സോർപ്ഷൻ ആണ്. മോളിക്യൂളിനെ ആറ്റമാക്കുന്നതും എനർജി അബ്സോർപ്ഷൻ ആണ്. ഈ സ്റ്റെപ്പും എനർജി അബ്സോർപ്ഷൻ ആണ്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പും എനർജി അബ്സോർപ്ഷൻ ആണ്. ചെറുതായിട്ട് എഴുതാം. ഇവിടെയും നടക്കുന്നത് എനർജി അബ്സോർപ്ഷൻ ആണ്. ഈ സോഡിയം അയോണായി മാറുന്നതും എനർജി ഇവിടെയൊക്കെ എനർജി അങ്ങോട്ട് കൊടുക്കണം എന്ന് ഇങ്ങോട്ട് തരില്ല. ഇവിടെയൊക്കെ എനർജി അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് തരില്ല. എനർജി അബ്സോർപ്ഷൻ. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് നടക്കാൻ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് നടക്കാനും നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് നടക്കാനും എനർജി അബ്സോർബ്. ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ലാഭം കിട്ടുക ചെയ്തത്, അതിന് അങ്ങോട്ട് ഇലക്ട്രോൺ കിട്ടുക ചെയ്തത്, അവിടെ എനർജി റിലീസാണ്. അപ്പൊ ഇവിടെ എഴുതാം നമുക്ക് ഈ സ്റ്റെപ്പ് റിലീസ് ഓഫ് എനർജി എന്ന് എഴുതാം. ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഒരാളും വിവരിച്ചു തരില്ല കേട്ടോ. ഈ സ്റ്റെപ്പ് മാത്രം റിലീസ് ഓഫ് എനർജി ആണ്. ഞാൻ വേണം ഒന്നുകൂടി എഴുതാം. റിലീസ് ഓഫ് എനർജി. ഇത് രണ്ടും കൂടി കൂടിയിട്ട് NaCl ഉണ്ടാവില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോണില്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോണതും റിലീസ് ഓഫ് എനർജി. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെടുക്കുമ്പോൾ അബ്സോർപ്ഷൻ ആവും. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ റിലീസ് ഓഫ് എനർജി. അപ്പൊ എത്ര അബ്സോർപ്ഷൻ ഉണ്ട്, എത്ര റിലീസ് ഉണ്ട്? എത്ര അബ്സോർപ്ഷൻ ഉണ്ട്, എത്ര റിലീസ് ഉണ്ട്? എത്ര അബ്സോർപ്ഷൻ ഓഫ് എനർജി ഉണ്ട്, എത്ര റിലീസ് ഓഫ് എനർജി ഉണ്ട്? എത്ര അബ്സോർപ്ഷൻ ഓഫ് എനർജി ഉണ്ട്, എത്ര റിലീസ് ഓഫ് എനർജി ഉണ്ട്? എടാ ഇത് എസ് എ ആണ് കേട്ടോ. CBSE ആണെങ്കിലും സ്റ്റേറ്റ് ബോർഡിനാണെങ്കിലും SA ടൈപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. I am asking you how many energy absorption steps are there and how many energy release steps are there? How many energy absorption steps are there and how many energy absorption 3 2 release. Very good. Urvika, Adityashree, any other answer? എത്ര സ്റ്റെപ്പ്? നമ്മൾ കുറെ സ്റ്റെപ്പ് പറഞ്ഞതില് മുബഷിറ വെരി ഗുഡ്, അനകാവി വെരി ഗുഡ്. 3 അബ്സോർപ്ഷനും 2 റിലീസ് ഓഫ് എനർജി. വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്. സ്മിരജ, ഞാൻ വളരെ നന്നായിട്ട് പറഞ്ഞാണ്. ഈ ഓരോ സ്റ്റെപ്പും ഞാൻ വിവരിച്ചു.
ഈ ഒരു സോഡിയം, നീ എവിടെയെങ്കിലും ഉറങ്ങിപ്പോയിട്ട് വീണ്ടും എന്നെ വിളിച്ച് ചോദിക്കില്ലേ, സോഡിയം സോളിഡ് സോഡിയം ഗ്യാസ് ആവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പിന് നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി അത് എനർജി അബ്സോർബ് ചെയ്യും. അതുപോലെ ഈ സ്റ്റെപ്പ് മോളിക്യൂള് ആറ്റം ആവണ ഈ സ്റ്റെപ്പിലും എനർജി അത് അങ്ങോട്ട് വലിക്കുകയും ചെയ്യാം. അതുപോലെ ഈ സ്റ്റെപ്പ് സോഡിയം ഗ്യാസ് സോഡിയം അയോൺ ആവണ ഈ സ്റ്റെപ്പിൽ അയണൈസേഷൻ എന്താൽപ്പിയിലും എനർജി അങ്ങോട്ട് വലിക്കുകയാണ്. ആകെ കൂടി ഈ അവസാനത്തെ ക്ലോറിന് ഇലക്ട്രോൺ ലാഭം കിട്ടിയില്ലേ, ക്ലോറിന് ഇലക്ട്രോൺ ലാഭം കിട്ടിയില്ലേ, ഈ സ്റ്റെപ്പിൽ പുറത്തേക്കാണ് എനർജി റിലീസ് ചെയ്യുക. ഇതും 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 ലാസ്റ്റ് എത്ര, ഈ രണ്ട് സാധനം മാത്രം റിലീസ് ഓഫ് എനർജിയാണ്, ബാക്കിയെല്ലാം അബ്സോർപ്ഷൻ ഓഫ് എനർജിയാണ്. ഈ ക്ലോറിന് ഇലക്ട്രോൺ ലാഭം കിട്ടി ക്ലോറിൻ മൈനസ് ആവുന്നില്ലേ, ക്ലോറിന് ഇലക്ട്രോൺ ലാഭം കിട്ടി ക്ലോറിൻ മൈനസ് ആവുന്നില്ലേ, ഈ സ്റ്റെപ്പും ഈ ലാറ്റിസ് എൻതാൽപ്പിയുടെ സ്റ്റെപ്പും ഇത് രണ്ടും റിലീസ്, ബാക്കി എല്ലാ സ്റ്റെപ്പും അബ്സോർപ്ഷൻ ഓഫ് എനർജിയാണ്. ക്ലിയർ ഓർ നോട്ട്? പെട്ടെന്ന് നമുക്ക് നിർത്തണം, കാരണം എനിക്ക് തന്നെയാണ് ഇന്ന് താരേക്കാട് ക്ലാസ്. താരേക്കാട് +1 എനിക്ക് തന്നെ ക്ലാസ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ 5 AM ക്ലബ് എക്സ്ട്രാ ക്ലാസ് ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ അഡീഷൻ ആണ്. ക്ലിയർ സ്റ്റുഡൻസ്? ക്ലിയർ ഓർ നോട്ട്? യെസ്, ഗുഡ് ഗുഡ്. അപ്പൊ ഇതെല്ലാം സംഭവം സെറ്റായി. നമ്മൾ എന്താ ഹെസസ് ലോയിൽ പഠിച്ചിരിക്കുന്നത്? ഹെസസ് ലോയിൽ എന്താ പഠിച്ചിരിക്കുന്നത്? ഹെസസ് ലോയിൽ ഒരു റിയാക്ഷൻ നമുക്ക് എയിൽ നിന്ന് ഡിയിലേക്ക് ഒറ്റ സ്റ്റെപ്പിൽ നടക്കണമെങ്കിൽ ΔH1 ആണ്. പല സ്റ്റെപ്പിൽ നടക്കണം, ബി സി പിന്നെ ഡി. അപ്പൊ ഇവിടെ ഇതിന് ΔH2 ΔH3 ΔH2 അല്ലേ? എസ് ലോയിൽ നമ്മൾ പഠിച്ചത് സേസോർനോ ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാൽ, നമുക്ക് ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ, ഇപ്പൊ എയിൽ നിന്ന് ഡിയിലേക്ക് എത്താൻ സ്ട്രെയിറ്റ് പോവാം, അല്ലെങ്കിൽ ചുറ്റി വളഞ്ഞു വരാം. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ നടന്നാലും ആ പല സ്റ്റെപ്പിൽ നടന്നതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിൽ നടന്നതിന് ഈക്വൽ ആയിരിക്കും. സേസോർനോ ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ നടന്നാൽ അതിന്റെ എല്ലാം കൂടി സമ്മ ചെയ്താലും രണ്ടും സെയിം ആയിരിക്കും എന്താൽപ്പിച്ച്. ദിസ് ഈസ് എസ് എസ് ലോ. സേസോർനോ ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും, ഒരു റിയാക്ഷൻ എയിൽ നിന്ന് ഡിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എത്തി, ത്രൂ എവേ എത്തി, എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എത്തി, എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ത്രൂ അറ്റാക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എത്തിയെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എത്തിയെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എത്തിയെങ്കിൽ ത്രൂ അറ്റാക്ക് ആണെങ്കിൽ അതിന്റെ എന്താൽപ്പി ഇതാണെങ്കിൽ, പല സ്റ്റെപ്പിലായിട്ടാണ് അത് വരുന്നതെങ്കിലും ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൽ നടന്നതിന്റെ എന്താൽപ്പിക്ക് ഈക്വൽ ആയിരിക്കും. സേസോർനോ അങ്ങനെയെങ്കിൽ ഇതിന്റെ അപ്ലിക്കേഷൻ ആണ് ഒറ്റ സ്റ്റെപ്പാണ്. ദിസ് ഇസ് എ സിംഗിൾ സ്റ്റെപ്പ്. ബാക്കി എല്ലാ 5 കൂടി സെവറൽ സ്റ്റെപ്പാണ്. ആണോ അല്ലയോ? നോക്ക്, ഇത് സിംഗിൾ സ്റ്റെപ്പ്, ബാക്കി 5 സെവറൽ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ΔHF അല്ലെ, ഫോർമേഷൻ ഈസ് ഈക്വൽ ടു കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, ഏതൊക്കെയോ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ. ΔH ആദ്യം ഏതായിരുന്നു? സബ്ലിമേഷൻ. പിന്നെ ഏതായിരുന്നു? സബ്ലിമേഷൻ കഴിഞ്ഞിട്ട് ഏതായിരുന്നു? ആറ്റോമൈസേഷൻ. പിന്നെ ഏതായിരുന്നു? അയോണൈസേഷൻ അല്ലേ സാർ? അയണൈസേഷൻ. പിന്നെ ഏതായിരുന്നു? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, EG, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പിന്നെ ഏതായിരുന്നു? ലാറ്റിസ് എൻതാൽപ്പി. ഇതെന്തിനാ സാർ ഇവിടെ എഴുതിയെന്നറിയോ? ഇങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇതിന്റെ എല്ലാ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് യു ഗോട്ട് ഓൾ വാല്യൂസ് യു ക്യാൻ ഫൈൻഡ് ലാറ്റിസ് എൻതാൽപ്പി. സേസോർനോ മറ്റേതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ടാവും, അതിന്റെയൊക്കെ വില അറിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വില കണ്ടുപിടിക്കാം, ലാറ്റിസ് എൻതാൽപ്പിയുടെ വില കണ്ടുപിടിക്കാം. ഇതിൽ ഒരു ചെറിയ കാര്യം കൂടി സാറ് പറയാം. ജസ്റ്റ് 1 മിനിറ്റ്, ഐ എം ടേക്കിംഗ് ജസ്റ്റ് 1 മിനിറ്റ്. ഒറ്റ കാര്യം കൂടി സാറ് പറയാം. ഇത് സെറ്റായോ? എസ്എസ്ലോ അറിഞ്ഞ ആൾക്ക് ബോൺ ഏബർ സൈക്കിൾ വേറെ ലെവലാണ്. തലകുത്തി നിന്നാ നിന്റെ സ്കൂളിൽ ഇതുപോലെ പറയാൻ പറ്റില്ല. പറഞ്ഞു തരാൻ പറ്റില്ല. ഐ ചലഞ്ച്. സ്കൂളിൽ ഇത് എടുത്ത പിള്ളേർക്ക് മനസ്സിലാവും, അമ്മ ഇത് ഇത്രയും എളുപ്പമുള്ള സാധനമായിരുന്നു. സേസ് ഓർ നോ? സ്കൂളിൽ ഇത് എടുത്ത പിള്ളേർക്ക് അറിയാം.
ഇത് ഇത്രയും അടിപൊളിയായിരുന്നു സാർ, സൂപ്പറാണ് സാർ, ഇത് പൊളി സാർ, മാസ്. ബോൺ ഹേബർ സൈക്കിൾ ഇമ്പോർട്ടന്റ് എന്ന് പറയും, പക്ഷെ ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് എസ് ലോ. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് എസ് ലോ. വെരി ഗുഡ്, വെരി ഗുഡ് ശൈലേഷ്, ഗുഡ്. അപ്പൊ ഇത് ക്ലിയർ ആയ പൊന്നുമക്കളെ? ക്ലിയർ ആയല്ലോ? ഇതിൽ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാർ ഇവിടെ എഴുതാൻ നോട്ട്, എനർജി അബ്സോർപ്ഷന് ശ്രദ്ധിക്കുക. എനർജി അബ്സോർപ്ഷൻ സ്റ്റെപ്സിന് you should use positive sign. Energy release stages. നിങ്ങൾ പറഞ്ഞു 3 അബ്സോർപ്ഷനും 2 റിലീസും. റിലീസ് ആവണം അവിടെ, യു ഷുഡ് യൂസ് നെഗറ്റീവ്. അത് സാർ അടുത്ത ക്ലാസ്സിൽ ആദ്യത്തെ 2 മിനിറ്റ് പറഞ്ഞുതരാം. അപ്പൊ നമ്മളിവിടെ എത്തില്ലേ, 3 സ്റ്റെപ്പ് ഇടാ. നോക്കി ഇവിടെ എനർജി അബ്സോർപ്ഷൻ, ഇത് 3ഉം പ്ലസ് ആണ്. ഇത് 3നും പ്ലസ് സൈൻ ആയിരിക്കണം. നമ്മൾ എഴുതുമ്പോൾ ഇത് 3നും എന്തായിരിക്കണം? പ്ലസ്. ഇത് 2ഉം റിലീസാണ്. റിലീസിന് നമ്മൾ എന്തായിരിക്കണം? മൈനസ്. റിലീസിന് എന്ത് ഉപയോഗിക്കണം? മൈനസ്. യു ഗോട്ട് ഇറ്റ്? എവിടെ അല്ലേ? യു ഗോട്ട് ഇറ്റ്? അപ്പോ ഏതൊക്കെയായിരുന്നു അബ്സോർപ്ഷൻ? നിങ്ങൾ പറയും ഏതൊക്കെയായിരുന്നു അബ്സോർപ്ഷൻ? ഇത് അബ്സോർപ്ഷൻ ആയിരുന്നു, ഇതിന് നെഗറ്റീവ് ആണ് സൈൻ. ഇത് അറ്റോമൈസേഷൻ അബ്സോർപ്ഷൻ ആയിരുന്നു, അയണൈസേഷൻ അബ്സോർപ്ഷൻ ആയിരുന്നു. ഇത് രണ്ടുമാണ് ശരിക്കും എന്ത് ചെയ്തു? പ്ലസ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സാറ് പറഞ്ഞുതരാം. എന്തായാലും ബോൺ ഹേബർ സൈക്കിൾ എത്ര പേർക്ക് ഇന്ന് കേരളപ്പിറവി ദിവസമായിട്ട് നമ്മൾ പൊളിച്ചു? ബോൺ ഹേബർ സൈക്കിൾ സാറെ പൊളി, മാസ്. ബോൺ ഹേബർ സൈക്കിൾ, ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? സാറെ ബോൺ ഹേബർ സൈക്കിൾ പൊളിച്ച് താളിച്ചു, നമ്മൾ സെറ്റാക്കി. ഇനി ഇതായിരുന്നു ഈ ചാപ്റ്ററിലെ ഏറ്റവും തലവേദന ടോപ്പിക്. ഇതായിരുന്നു ഏറ്റവും ഹെഡേക്ക് കോസിങ് ടോപ്പിക്. പക്ഷെ ഇത് വേറെ ലെവലായി സാർ. ഇത് വേറെ ലെവലായി. ബോൺ ഹേബർ സൈക്കിൾ വേറെ ലെവലായി സാർ. എനിക്ക് ഇപ്പൊ വേണമെങ്കിൽ ക്ലാസ്സിൽ നിന്നുകൊണ്ട് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റും, മറ്റു കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും സാർ. ഐ എം ടോട്ടലി കോൺഫിഡൻസ് സാർ. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? പ്ലീസ് ടെൽ me. Yes, so many students are replying. Anyway, thank you so much. We can meet at Tharekat campus at 6:45 AM, my dear students. ഞാൻ +1 ക്ലാസ് താരേക്കാടാണ്, രാവിലെ 6:45 നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു once again. Thank you. Bye. Take care. So happy, and thank you for being with me at 5 AM. Okay, bye. Thank you so much, my dear students. Have a happy morning. Have a happy day. Have a nice day. Bye. See you.